പുതിയുള്ളൊരു സാധനം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീനും നങ്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മസാല ആണെങ്കിൽ മുളക് എണ്ണയിൽ ചാലിച്ചിട്ടാണ് ഇതിന്റെ മസാല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് നേരെ വീഡിയോ കൊണ്ടുപോവാം. ഇന്ന് നമുക്കിത് ഒരു നങ്കും അതുപോലെ തന്നെ കരിമീനും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു കറി വെക്കാൻ പോവുകയാണേ. നമ്മളിത് നങ്കും കരിമീനും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതൊരു കറിയാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ചെറുള്ളി നമ്മൾ കൂടുതൽ ചേർത്താണ് കറി വെക്കാൻ പോകുന്നത്. അപ്പൊ ചെറുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, തക്കാളി. നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ലേ. നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ ഈ അരപ്പൊന്ന് റെഡിയാക്കാൻ പോവുകയാണ്. നമ്മളുടെ മീനിന് വേണ്ടിയിട്ടുള്ള നമ്മൾ മുളക് പൊടി ഒരു 3 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. മുളക് പൊടി കൂടുതലാണ് എടുക്കുന്നത്. കൂടുതൽ മുളക് പൊടി ഒരു 3 സ്പൂണോ അല്ലെ നിങ്ങളുടെ എരിവനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരൽപ്പം മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മൾ എണ്ണയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താലേ ഇതിന് നല്ല ടേസ്റ്റ് നമുക്ക് വരത്തുള്ളൂ. എണ്ണ ചൂടായിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് താളിക്കാം. കടുകിനൊപ്പം തന്നെ നമ്മൾ ഉലുവയും ഇടുവാണേ, അല്പം ഉലുവ. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇത് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കറിവേപ്പില, പച്ചമുളക്, ഒരു 6 കഷ്ണം പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചെറുള്ളി, ഇത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലവണ്ണം ഇതൊന്ന് വാടി വരട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഒന്ന് അല്പം വാടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ആ തക്കാളി കൂടി നമുക്ക് അരിഞ്ഞു ചേർക്കാം. പുളി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പുളി ചേർക്കേണ്ട, ഈ തക്കാളിയുടെ പുളി ഉണ്ടാവും. എന്നാലും ഞാൻ ഒരു കഷ്ണം ഒരു വാളംപുളിയും കൂടി കുടംപുളിയും കൂടി ഇടുവാണ്. ഇവിടെ ഞങ്ങൾക്ക് നല്ല പുളി വേണം. കുറച്ച് പുളി മതിയെന്നുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ പുളി തന്നെ മതിയാവും. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇത് വഴണ്ട് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം ചേർക്കുമ്പോ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തത്. ഇനി കണ്ടോ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ നമ്മൾ എണ്ണയിൽ ചാലിച്ച മസാല ഇല്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ.
നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ഈ മസാലയാണ് ഈ കറിയുടെ ടേസ്റ്റ്. എത്രത്തോളം മസാല മൂക്കുന്നോ അത്രത്തോളം നമ്മുടെ കറിക്ക് സ്വാദ് കൂടും. ആ ഉള്ളിയെല്ലാം വഴണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് ഒരു 2 കഷ്ണം പുളിയും കൂടി ചേർക്കുവാണേ. പുളി ചേർന്നതിന് ശേഷം നമ്മളിത് 1 മുറി തേങ്ങ പിഴിഞ്ഞതിന്റെ 2ാം പാല് അതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാല് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ കറി ഒന്ന് നമുക്ക് തിളപ്പിക്കാം. കരിമീനൊന്നും വലുതായിട്ട് വേവില്ല. അപ്പൊ നമുക്ക് ഈ കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കറി തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ടത്. ഇനി ഇത് ചെറിയ തീയിലൊന്ന് ഈ മീനൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ കറിയെല്ലാം നല്ല ടേസ്റ്റി ആവും. കറി ദേ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലവണ്ണം തിളച്ച് മീനെല്ലാം വെന്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1ാം പാല് കൂടി നമുക്ക് ഇതിന്റെ അകത്തോട്ട് കുറച്ചേ ഉള്ളൂ എങ്കിലും അതുകൂടി ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി ഓഫ് ചെയ്യണം, തിളപ്പിക്കാൻ പാടില്ല. ഇതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.